രാവിലെ എഴുന്നേറ്റ് വെളിയിൽ വന്ന് നോക്കുമ്പോൾ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ട്. കണ്ടോ, എല്ലായിടവും നനഞ്ഞ് കിടപ്പുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് ചെടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. രാവിലെ കുളിച്ച് പൂജാമുറി കയറി വിളക്കൊക്കെ കത്തിച്ചു. കുറച്ച് സമയം ഇരുന്ന് രാമായണമൊക്കെ ജപിക്കും. ഞാൻ രാമായണമൊക്കെ ജപിച്ചതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് കയറി എന്തുണ്ടാക്കും. ചില ദിവസമൊക്കെ കൺഫ്യൂഷൻ വരും എന്തുണ്ടാക്കുമെന്ന്. അപ്പോൾ മാവിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. 5 ദിവസത്തേക്കുള്ള മാവൊക്കെ ഞങ്ങൾ ഞായറാഴ്ച തിങ്കളാഴ്ചയായിട്ടൊക്കെ അരച്ച് വെക്കും. അപ്പോൾ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ദിവസം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓരോരോ പലഹാരങ്ങൾ മാറി മാറി ഉണ്ടാക്കും. എന്നാലും മാവുണ്ടെങ്കിൽ അതൊരു ധൈര്യമാണ്. പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ചെറിയ ഉള്ളി എടുത്ത് ഒക്കെ തൊലിച്ച് വെച്ചു. ചെറുതായിട്ട് കീറി അരിഞ്ഞിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റണം. നന്നായിട്ട് വഴറ്റി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വരണം, അതുവരെ വഴറ്റണം. എന്നിട്ട് ഉപ്പിടണം. മുളക് പൊടി ഒരു 2 സ്പൂൺ മുളക് പൊടി ഇടാം. നല്ല ചുവന്ന കളറിലായിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ശകലം ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു. വീണ്ടും നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി ശകലം ഒന്ന് കുറുകി കഴിയുമ്പോൾ തീയങ്ങ് ഓഫ് ചെയ്യും. ഓഫ് ചെയ്തതിന് ശേഷം ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. ഒക്കെ ശകലം മതി, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അങ്ങനെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയും ചുട്ട് കണ്ടോ. ദോശ ഞാൻ ഇത് ചുടുമ്പോൾ ഒരു ശകലം നല്ലെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കുവേ. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരും. കണ്ടോ, ഇത്രയൊക്കെ വട്ടവേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളേ. അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട്. മുളകും റെഡി ആയിട്ടുണ്ട്. ഈ മുളക് ചമ്മന്തി ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇനി അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ആയി കഴിയുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി.